ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തത് എനിക്ക് വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോകളെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു, ആൻഡ് ലൈക്സ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് നിങ്ങൾ തന്ന സപ്പോർട്ടിന്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോക്കായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇട്ട് പോകാം. നമ്മുടെ സന്തോഷത്തിനെ കെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും നമ്മൾ മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അതൊരു തെറ്റായ ഒരു കാര്യമായിരുന്നിരിക്കാം, അത് ഓർത്ത് നമ്മളിങ്ങനെ വിഷമിക്കും. അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റിൽ നമുക്ക് സന്തോഷം തരാത്ത എന്തെങ്കിലും പ്രവർത്തികൾ നമ്മൾ ചെയ്യോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യോ അതങ്ങനെ സംഭവിച്ചിട്ട് പോയിട്ട് നമ്മൾ അതന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അന്ന് അങ്ങനെ ചെയ്തല്ലോ, അത് തെറ്റായിപ്പോയല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ നടക്കും. അതെന്തായാലും കഴിഞ്ഞു. പാസ്റ്റ് എന്ന് പറഞ്ഞതിൽ ഇനി നമുക്ക് തിരിച്ചൊന്നും ചെയ്യാനില്ല, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അത് കഴിഞ്ഞു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. അപ്പൊ തന്നെ നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് കിട്ടി. ചിലർ പറയുന്നേക്കാം, എനിക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എനിക്ക് വീട് വാങ്ങാനുണ്ട്, കാറ് മേടിക്കാനുണ്ട്, അതല്ലെങ്കിൽ പല പല ലക്ഷ്യങ്ങൾ നേടാനുണ്ട്, ജോലി കിട്ടാനുണ്ട്. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് ഹാപ്പിനെസ് ഇല്ല, അതെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒക്കെ പറയുന്നവരുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒളിച്ചുവിടാൻ പറ്റില്ലല്ലോ. എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. ഈവൻ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമെങ്കിലും നമ്മൾ കണ്ടെത്തണം. ഈവൻ ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഒരു ചായ കുടിക്കുന്നതായിരിക്കാം നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരു ചായ എടുക്കുക, ഒന്നിരുന്ന് സ്വസ്ഥമായിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് കുടിക്കുക, ഈവൻ എക്സസൈസ് ചെയ്യുക, ചിലപ്പോൾ ഒന്ന് പുറത്തു പോകാനായിരിക്കും. എന്താണോ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രദ്ധിക്കണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നടക്കും. ആ സമയത്ത് നമ്മുടെ സന്തോഷങ്ങൾ മാറുന്നുണ്ടാവും. നമ്മൾക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിനായിരിക്കാം നിന്ന് കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതല്ലെങ്കിൽ അവരുടെ അനുവാദം വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്നുണ്ടാവും. അതൊക്കെ ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. ഈവൻ നെഗറ്റീവ് തോട്ട്സ് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. നമ്മൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അവരോട് നമുക്ക് നന്ദി ഉണ്ടാവണം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള ഒരാളാണല്ലോ ഓൾമൈറ്റി ഗോഡിനോട് നമ്മൾക്ക് എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്ക് ഓർത്തൊക്കെ എത്ര പേര് ബെഡിൽ തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ കിടന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെയും സപ്പോർട്ടോടും കൂടി ജീവിക്കുന്ന എത്ര പേരുണ്ട്. നമ്മൾക്ക് ഇല്ല 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 എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ കണ്ണ് കാണാൻ പറ്റാത്ത, സ്വന്തം അച്ഛനമ്മേനെയോ സഹോദരങ്ങളെയോ ഒക്കെ കാണാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്, അല്ലെ അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റാത്തവർ എത്ര പേരുണ്ട്. ഇതൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾക്കില്ലേ. പലരും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സഹായം തേടി ജീവിക്കേണ്ടി വരുന്ന എത്ര പേരുണ്ട്. നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ ആലോചിച്ചാൽ തന്നെ നമ്മൾ എത്ര ഹാപ്പിയാണ്. നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ആരോഗ്യം വെച്ചിട്ട് നമുക്ക് ജീവിക്കാമല്ലോ. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ നമുക്ക് അതുകൊണ്ട് പറ്റില്ലേ. അല്ലാതെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് എന്തൊക്കെ ഉണ്ട്, അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾക്കുള്ളത് പലതും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളൊരു കേസ് ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരുപാട് അനുഗ്രഹമുള്ളവരാണ് എന്നൊരു കാര്യം. നമ്മൾക്ക് താഴെയുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം അനുഗ്രഹമുള്ളവരാണെന്നുള്ളൊരു കേസ്. പലരും പറയുന്നേക്കാം, എനിക്ക് എപ്പോഴും സങ്കടമാണ്, എൻ്റെ ലൈഫിൽ എപ്പോഴും സങ്കടമാണെന്നൊക്കെ. സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും വരും, സങ്കടം വരും, സന്തോഷം വരും, ഇതൊക്കെ നോർമലാണ്. ഒരു ലൈഫ് ആകുമ്പോൾ സന്തോഷവും സങ്കടം ഒക്കെ മിക്സ്ഡ് ആയിരിക്കും. ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്യാൻ പറ്റണം. നമുക്ക് സന്തോഷം വന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം പോകാൻ പറ്റുന്നില്ല. ഈവൻ സങ്കടം വന്നാലും അതിനൊക്കെ നേരിടാനുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടെത്തണം. നമ്മളിപ്പോൾ പാസ്റ്റിലൊക്കെ ദ്രോഹിച്ച പല ആൾക്കാരുണ്ടായിരിക്കാം. അവരെ കുറിച്ച് ഓർത്തിട്ട് ഒരു കാരണവശാലും അവരോട് എനിക്ക് റിവെഞ്ച് ചെയ്യണം, അവരോട് എനിക്ക് വൈരാഗ്യമായിരിക്കും, അവരെ ഞാൻ തകർക്കും, അത്തരത്തിലുള്ള ചിന്താഗതികളൊന്നായിട്ട് നമ്മൾ ഒരിക്കലും നടക്കരുത്. അതൊക്കെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഇട്ട് പ്രഷർ കൊടുത്തോണ്ടിരിക്കും, നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വീക്ക് ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ അവരത് മറന്നു പോയിട്ടുണ്ടായിരിക്കും. അവർ ചെയ്തതൊരു തെറ്റാണെങ്കിൽ കാലം അവർക്ക് ശിക്ഷ കൊടുക്കുമല്ലോ. നമ്മൾ അതിന്റെ പിന്നാലെ നടന്ന് ടെൻഷൻ അടിച്ച് നമുക്ക് ചിലപ്പോൾ റിവെഞ്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളിത് ഇങ്ങനെ ഓർത്തോണ്ട് നടക്കുകയും ചെയ്യണ്ടാവും. വെറുതെ എന്തിനാ നമ്മൾ ആഴ്ചയായിരിക്കും അതിന് വേണ്ടിയിട്ട് കളയുന്നത്. അപ്പൊ നമ്മൾക്കില്ലാത്തൊരു കാര്യമൊക്കെ മറ്റുള്ളവർക്ക് വരുമ്പോൾ ചിലർക്ക് ഒരു ജലസി ഫീൽ ചെയ്യും. എനിക്കില്ല, അവർക്കുണ്ടല്ലോ, അവർക്ക് കാറുണ്ടല്ലോ, അവർക്ക് വലിയ വീടുണ്ടല്ലോ, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ, അവർ നന്നായല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ ചുറ്റിനും ഉണ്ടാവുമായിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇല്ലായിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടായിരിക്കും.
അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതൊന്നും വിചാരിക്കണ്ട, അവർക്ക് ഉണ്ടായിക്കോട്ടെ. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കും, നമ്മൾക്കത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കും എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളീ പറയും പോലെ സാഹചര്യം എപ്പോഴും നമുക്ക് അനുകൂലമായിക്കൊള്ളുന്നില്ലല്ലോ. പ്രതികൂലമായിട്ടും വരാം, അനുകൂലമായിട്ടും വരാം. സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. നമ്മൾ അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ പഠിക്കാം. അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ധൈര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. വെറുതെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് ലൈക്ക് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. ഒരു ചെറിയ കാര്യത്തെ പോലും അവരിങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവരെന്നെ പറ്റി ഇപ്പം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പം ഞാനൊരു മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ എനിക്ക് കിട്ടിയില്ല, അവർക്ക് എന്നോട് താല്പര്യമില്ലായിരിക്കുമോ? നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്കൊരു സമാധാനത്തിന് വേണ്ടി നമ്മളൊരു വലിയ കുഴപ്പമില്ലാണ്ട് പോയിരുന്ന ഒരു റിലേഷൻസ് ആരെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബന്ധുവോ പരിചയക്കാരോ ആരും ആയിക്കോട്ടെ, അവരിപ്പോൾ നമ്മളോട് സംസാരിക്കുന്നില്ല. അത് നമുക്കിപ്പോൾ തോന്നുകയാണ് അവർക്ക് എന്തെങ്കിലും നമ്മളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോ വിളിച്ചോ നോക്കുക. അവർ തിരിച്ചെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മൾക്ക് തോന്നി അവർക്ക് നമ്മളോട് താല്പര്യമില്ല എന്ന്, എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ചെയ്യാം. അവരതിനെ വളരെ നല്ല രീതിയിലാണ് എടുക്കുന്നത്, നമുക്ക് നല്ല സപ്പോർട്ടും സ്നേഹവും ഒക്കെ തരുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇനി അവർക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ അവർ ജസ്റ്റ് ഒരു റിപ്ലൈ ഒക്കെ തന്ന് നിർത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാമല്ലോ. അതായത് നമ്മൾ ആരോടും ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോ കാര്യങ്ങളായിട്ടോ ഒന്നും നടക്കണ്ട. നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റിലേഷൻസ് അതുപോലെ കൊണ്ടുപോകുക. ഇവൻ നമ്മളായിട്ട് ഒരു രീതിയിലും നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്ത് വിടുക. നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ റുട്ടീൻസ് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യുക. ഈവൻ മോർണിംഗ് റുട്ടീൻസ് ചേഞ്ച് ചെയ്യുക. മോർണിംഗ് മുതൽ എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം, നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു രീതി നമ്മൾ മോർണിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഒരു ദിവസം. അത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ മുമ്പോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും ഗുഡ് തോട്ട്സ് ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുക. ഇന്നിപ്പോൾ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചിന്തിക്കുക. ഞാൻ ഇന്ന് ആരെയാണ് സഹായിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഗുഡ് തോട്ട്സ് കാര്യങ്ങൾ മാത്രം നമ്മൾ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും എല്ലാവരും ജീവിക്കുന്നുണ്ടാവില്ല. നമ്മൾ കാണുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നടക്കുന്നതല്ല. അവർക്ക് സങ്കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ പറയുമ്പോൾ വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കും പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ കാര്യങ്ങളും ആ ഒരു ഒഴുക്കിലെങ്കിലും നമ്മൾ വിടണം. ഇപ്പൊ പാസ്റ്റ് എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ട് ഒരു കാരണവശാലും നമ്മൾ വിഷമിക്കാണ്ടിരിക്കുക. പ്രസന്റ് കാര്യങ്ങൾ ചിന്തിക്കുക. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തും ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഫ്യൂച്ചർ നമുക്ക് ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. നാളെ എന്നൊരു ദിവസം നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് സംഭവിക്കും, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചും ഒരുപാട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. നമ്മൾക്ക് സന്തോഷം തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരായിട്ടൊക്കെ എപ്പോഴും കൂടുതൽ കൂട്ടുവിടാൻ ശ്രമിക്കുക. അവരായിട്ട് സമയം ചെലവഴിക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നുണ്ടാവോ. ഇവൻ നമ്മുടെ പേരൻസോ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സോ നമ്മുടെ മക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കമ്പാരിസൺസ് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പി കിട്ടും. അതായത് മറ്റുള്ളവർക്കുണ്ട് എനിക്കില്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അവർ വിജയിച്ചല്ലോ, അവരുടെ സെയിം സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ട് തന്നെ എനിക്ക് വിജയിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടി എനിക്ക് മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ വിജയിച്ചു, അവർ ബിസിനസ് വിജയിച്ചു, എൻ്റെ ബിസിനസ് പൊട്ടിപ്പാളീസായി, ഇതുപോലുള്ള ചിന്തകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ചെറിയ കാര്യത്തിലെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ സന്തോഷിച്ചിട്ടുണ്ടെന്ന് വെക്കാമല്ലോ. അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നതിലും ബെറ്റർ അല്ലേ. വലിയൊരു സന്തോഷത്തെ മാത്രം എയിം ചെയ്ത് അതെനിക്ക് എത്താൻ പറ്റുന്നില്ല, അപ്പൊ ഞാനൊരു ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ച് വെറുതെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. നമുക്ക് പല കഴിവുണ്ടോ, അത് നമ്മൾ പുറത്തെടുക്കണം. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. വേറെ ഒരാളും അതിനായിട്ട് വരില്ല കേട്ടോ. ഒരാളും അതിനായിട്ട് വരില്ല. ഇപ്പൊ മറ്റൊരാൾ സന്തോഷിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. നമ്മൾക്ക് സന്തോഷം കണ്ടെത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നേടണമെങ്കിലോ അതിന് നമ്മൾ തന്നെ പുറപ്പെടണം. അതല്ലാതെ വേറെ ഒരു മനുഷ്യൻ വരില്ല. മറ്റുള്ളവരൊക്കെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്, നമുക്ക് ക്ഷമിച്ചു വിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ക്ഷമിച്ചു വിടുക. എന്ത് കാര്യത്തിലാണെങ്കിലും കുറച്ച് ക്ഷമ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് നമുക്ക് നല്ലതായിരിക്കും. എല്ലാത്തിനും എടുത്ത് ചാടാണ്ടിരിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ നമുക്കൊരു സന്തോഷം സമാധാനവും കിട്ടും. പിന്നെ ഒന്ന് സെൽഫ് ലവ് ഉണ്ടായിരിക്കാം. നമുക്ക് നമ്മളോട് സെൽഫ് ലവും സെൽഫ് റെസ്പെക്ട് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്നേഹം കൊടുക്കണം എന്നുള്ള ചിന്ത നമ്മൾക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട് കൂടുതൽ വീഡിയോസിനായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.